എന്നെക്കുറിച്ച് നല്ലത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ല. ഞാൻ കള്ളനാന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ പേര് വായിക്കും. ഇന്ന് വരെ ഈ 30 വർഷത്തിൻ്റെ ഇടയിൽ ഒരു ഭൗതിക നന്മയ്ക്കോ പൈസയ്ക്ക് വേണ്ടിയോ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങൾക്ക് FCRA ഇല്ല, FCRA അപ്ലൈ ചെയ്തിട്ടുമില്ല. ഇതുവരെ ഇല്ല. ഹെവൻലി ഫീസ്റ്റും ഇല്ല, റീച്ച് വേൾഡ് വൈഡ്. നിങ്ങൾ ലോകം മുഴുവൻ നടക്കുന്ന ആളാണല്ലോ, പോകുന്ന ആളാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് FCRA എടുത്തില്ല? FCRAയുടെ ആവശ്യമില്ല. ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ 200 കോടി രൂപ സ്വിസ് ബാങ്കിൽ കിടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇപ്പം വേണേ എനിക്ക് രക്ഷിക്കാം, പിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ ചെക്ക് ബുക്ക് തരുവാണെങ്കിൽ നമുക്ക് 50-50 എടുക്കാം. എനിക്കറിയാം ഇല്ല. കൃപയെന്ന് പറയുന്ന വാക്ക് ഞാൻ രുചിച്ച ആളാണ്. കൃപയാ എന്ന് വെച്ചാൽ നിർത്തിയതാ. അല്ലെങ്കിൽ എന്നെ പോലെ ഒരാളെ തൂത്തുവാരി കളയാൻ സെക്കൻഡ് പോലെ പറ്റത്തില്ല. യേശുവാ കൂടെ. ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. തങ്കു ബ്രദറുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഹെവൻലി ഫീസ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ആ പേര് വന്നതുവരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. തുടർന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. നിരവധി എതിർപ്പുകളെ അതിജീവിച്ചാണ് ഇന്നത്തെ നിലയിൽ, അതായത് 30 വർഷം ഹെവൻലി ഫീസ്റ്റ് പൂർത്തിയാക്കുമ്പോൾ ഈ ഡിസംബർ 31 കോട്ടയത്ത് വെച്ച് പുതുവർഷ സമ്മേളനം നടക്കുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ പുതുവർഷ സമ്മേളനമാണ് ഇവിടെ കോട്ടയത്തെ ഹെവൻലി ഫീസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോഴത് കാണുമ്പോൾ വലിയ ഒരു മെഗാ ഇവൻ്റായിട്ട് നമ്മൾ കാണും. എന്നാൽ അതിൻ്റെ ചെറിയ നിലയിലുള്ള ആരംഭത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതൊരു സഭയാകുമെന്നോ ഇതൊരു വലിയ മൂവ്മെൻ്റ് ആകുമെന്നോ ഒന്നും ചിന്തിക്കാത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെ സഭ ഇത്രയും വിശാലമായ അവസ്ഥയിലേക്ക് എത്തി, എങ്ങനെയാണ് ഈ കാലഘട്ടം മുഴുവൻ മുൻപോട്ട് പോയത്, ഏതൊക്കെ പ്രതിസന്ധികളെയാണ് അതിജീവിക്കേണ്ടി വന്നത്, വളരെ ചുരുക്കി അദ്ദേഹം നമ്മളോട് ആ കാര്യങ്ങൾ പറയുകയാണ്. ഈ എപ്പിസോഡിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പറയുവാനുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ അഭിമുഖത്തിലേക്ക് ഇത് കേൾക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഈ ഹെവൻലി ഫീസ്റ്റ് എന്നുള്ള പേര് കിട്ടി. ആ പേര് കിട്ടുമ്പോഴും ഈ സ്വർഗീയ വിരുന്ന് എന്നുള്ള നിലയിൽ ഇതൊരു വലിയൊരു ഫീസ്റ്റ് ഒരുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു സ്വപ്നമോ സങ്കല്പമോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമുക്കൊരു അനുകരിക്കാൻ ഒരു മൂവ്മെന്റ് വേണമല്ലോ. അതെ, അങ്ങനെ ഒരു മൂവ്മെന്റ് ഇന്ത്യയിലില്ല. ഒരു മാതൃക കണ്ടിട്ടില്ല. ഇന്നാരെ പോലെ ആകണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മളൊരു പ്ലാൻ ചെയ്തതുമല്ല. അങ്ങനെ ഒരു കാണാൻ ആള് വേണം. അങ്ങനെ ഒരു സഭ പോയി അറ്റൻഡ് ചെയ്തു, കൊള്ളാം. അത് കാണാനായിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യം ചെറിയ സഭ, നല്ല സഭ. പിന്നെ ഉള്ളത് റെയിൻഹാർഡ് ബോങ്കയുടെ ക്രൂസൈഡുകൾ. പക്ഷെ അത് ക്രൂസൈഡാ, സഭയല്ല. അതെ. അപ്പൊ സഭ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെഗാ ചർച്ച് പറയുന്നതൊന്നും ഞാൻ ഓർക്കുന്നുണ്ട്. തോമസ് ബ്രദറിനോട് ഞങ്ങൾ ഏകദേശം 100 പേരായപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ 1000 പേരാകാൻ പോവുക. തോമസ് ബ്രദറിന്, തങ്കു ബ്രദറിന് മനസ്സിലായോ 1000ത്തിന്റെ അർത്ഥം? 1000 പേരുടെ സഭ നടത്തുന്നതിന്റെ തലവേദനകൾ അറിയാവോ നോക്ക്. ഞാൻ പറഞ്ഞു 1000 അല്ല 10,000 ആകും പറഞ്ഞു. ഇത് പറഞ്ഞു വിടുമ്പം ഇതിന്റെ അർത്ഥം എന്താന്നോ, സഭ എന്താന്നോ, സഭയുടെ മോഡ്യൂൾ എന്താന്നോ ഒന്നും എനിക്കറിയത്തില്ല. അല്ലാതെ ഇങ്ങനെ ഒരു കാൽക്കുലേറ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ ആകണം അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഒരു ആത്മാക്കളെ നേടണം, അതിൻ്റെ ഉപരി ഇതൊരു ഓർഗനൈസേഷൻ ആകണം, ചർച്ചിൻ്റെ ആകണം, അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. അത് ചെന്നൈയിൽ നിന്ന് ഈ ഹെവൻലി ഫീസ്റ്റ് എന്ന് പറഞ്ഞ് കേട്ടു. പിന്നെ ഇവിടെ വന്ന് ഷാജി എന്ന് പറഞ്ഞൊരു കൊട്ടാരക്കരയിൽ ഒരു ദേവദാസൻ, അദ്ദേഹത്തെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രാവശ്യം അദ്ദേഹം വീട്ടിൽ വന്നിട്ടുള്ളൂ. അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, നിന്നിലൂടെ സ്വർഗീയ വരുന്ന ഞാൻ ലോകരാജ്യങ്ങളിലേക്ക്. അപ്പം 2 സാക്ഷിമൊഴിയായി. ഇവിടെ സ്വർഗീയ വിരുന്നെന്ന് പറഞ്ഞു. ഇവിടെ സ്വർഗീയ വിരുന്ന്. അപ്പം അങ്ങനെയാണ് പിന്നീടുള്ള എല്ലാ മീറ്റിംഗ് ക്രൂസൈഡ് എന്നുള്ള പേര് മാറ്റി ഹെവൻലി ഫീസ്റ്റ് ഇൻ ചെന്നൈ, ഹെവൻലി ഫീസ്റ്റ് ഇൻ കോട്ടയം, പാമ്പാടി, അങ്ങനെ എല്ലാ ഹെവൻലി ഫീസ്റ്റ് ഇൻ. കാര്യം ഡോണ്ട് കോൾ യുവർ മീറ്റിംഗ് ഓർ ക്രൂസൈഡ് എന്നാണ്
പ്രൊഫസർ. കൂടാതെ മറ്റൊരു പ്രൊഫസറോട് പറഞ്ഞു, അപ്പം ഈ പിള്ളേരുടെ ഫീസ് കൊടുക്കണം, അതൊരു വിഷയം. പിള്ളേരുടെ ഭാവി എന്തായി തീരും, എല്ലാം തീർന്നു പോയില്ലേ. ഇനി ചിന്തിക്കേണ്ട പല കാര്യങ്ങൾ. ജപ്തി മേള നടക്കുക, ലോൺ മേള പോലെ. ഈ വീട് പഴയ വീട് ജപ്തി മേള നടക്കുക. ആ സമയത്ത് ആ സഹോദരി തുടർന്ന് പറയാ, യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ആർ മൈ ഫ്യൂച്ചർ സേസ് ദ ലോർഡ്. നിന്റെ അല്ല മക്കൾ, എൻ്റെ ഭാവി അവർ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ മൂവ്മെൻറ്റ് ഇതിങ്ങനെ ആൾ കൂടുന്നു, കൂട്ടായ്മയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചിലർ നിർബന്ധമായിട്ട് തങ്കുബ്രദർ തന്നെ സ്നാനപ്പെടുത്തണം, അങ്ങനെ അവരെ സ്നാനപ്പെടുത്തും. ഒരു ഫെലോഷിപ്പായിട്ട് തന്നെ തുടർന്ന് പോവുക. അങ്ങനെ 2000 കഴിഞ്ഞപ്പം KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ കയറാൻ മേലാത്തപോലെ കൂട്ടായ്മ വന്നു. അതൊരു 1000 പേരെങ്കിലും ഉള്ള ഒരു 1000 അല്ല, ഒരു 2000-ന്റെ അടുത്ത് വരുന്ന പാക്ഡ്. എന്നുവെച്ചാൽ വെളിയിലൊക്കെ മുറ്റത്തൊക്കെ ആൾക്കാർ നിൽക്കുക. അപ്പോഴേക്കും ഞായറാഴ്ച പകലായി മീറ്റിംഗ്. രാവിലെ ആയി മീറ്റിംഗ്, വൈകുന്നേരം ഉണ്ട് മീറ്റിംഗ്, സെക്കൻഡ് മീറ്റിംഗ് ഉണ്ട്, 2 മീറ്റിംഗ്. അപ്പം അങ്ങനെ വന്ന ഒരു ദിവസം ചെല്ലുമ്പം KPS മേനോൻ ഓഡിറ്റോറിയം പൂട്ടിക്കിടക്കും. വാച്ച്മാൻ പറഞ്ഞു, സാറേ ഒത്തിരി പരാതികൾ വന്നു, ഭീഷണികൾ വന്നു, കൊണ്ട് തരത്തില്ലെന്ന്. നമ്മൾ ചെല്ലുമ്പോൾ അപ്പം ആൾക്കാർ മുഴുവൻ നിൽക്കുക വിളി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ ജനത്തെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? 12,000 പേര് നിൽക്കുക. അപ്പം അവരെന്നെ ആശ്വസിപ്പിക്കുക, സാരമില്ലെന്ന്, എല്ലാം ശരിയാവുന്നു. ആ സമയത്താണ് കുവൈറ്റിൽ ഞാൻ പോകുന്നതും. അവിടുന്ന് ആൾക്കാർ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥലം വേണ്ടേ എന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ അവർ കുറച്ച് പണം സ്വരൂപിച്ചു. അങ്ങനെ ഇവിടെ വന്ന് നാട്ടകത്ത് ഒരു ഫാക്ടറി ഷെഡ് പൂട്ടിക്കിടക്കുന്നുണ്ട്. അവരോട് പോയി സംസാരിച്ചു. അന്ന് ഞാൻ 40 ദിവസം ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അന്ന് PG വർഗീസ് അങ്കിളുണ്ട്. PG വർഗീസ് അങ്കിളിനോട് പറഞ്ഞു, അവരോട് ഒരു വില പറഞ്ഞു ഒപ്പിച്ചു. ഈ വില എവിടുന്ന് വരുമെന്നൊന്നും നമുക്കറിയത്തില്ല. PG വർഗീസ് അങ്കിളാണ് അഡ്വാൻസ് കൊടുത്തത്. മുഴുവൻ കാടും പാമ്പും, ഒരു വല്ലാത്ത കിടക്കുന്ന സ്ഥലം, ഒരു തൊണ്ട, ഒരു മാരുതി വാൻ കയറണമെങ്കിൽ ഇങ്ങനെ ചാടി പോകുന്ന മൺ റോഡാണ്. അപ്പം ആ ഷെഡ് മുഴുവൻ വൃത്തിയാക്കി. അങ്ങനെയാണ് അത് വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയി, ഇത് 2001 ആൾക്കാർ തന്നിരിക്കുന്ന പൈസ സഭയ്ക്കാണ്, ജനങ്ങൾക്ക് കൂടാൻ. അന്നൊന്നും ആരുമില്ല ഇതിൻ്റെ അകത്ത്, മനസ്സിലായി. അപ്പം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഇതൊരു ചർച്ചായിട്ട് വേണം. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കും, ട്രസ്റ്റിനകത്ത് ആൾ വേണ്ടേ? ഇപ്പം എല്ലാവർക്കും പേടിയാണ്, കാര്യം ഞാൻ കടത്തി മുങ്ങി നിൽക്കുകയാണ്. അതെ. അവിടെയും സാംകുട്ടി ബ്രദറിൻ്റെ ഒരു കാര്യം, എനിക്ക് കിട്ടിയ ഈ പൈസ കൊണ്ട് എനിക്ക് കടം വേണം വീട്ടാം. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, ഒരാൾ 500 രൂപ ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ അത് ബൈബിൾ ഡിസ്ട്രിബ്യൂഷന് കൊടുത്താൽ ഇവിടെ 5 ലക്ഷം രൂപ തരാൻ ശക്തനതയുള്ളൂ. അതെ, എൻ്റെ കടം വേണം വീട്ടായിരുന്നു. ഈ കിട്ടിയ പണം കൊണ്ട് വേണേ സ്വന്തം കടം വീട്ടാമായി സുഖം, ആരും ചോദിക്കാനില്ല. ഞാനാണ് ഇതിൻ്റെ എല്ലാം. ഇതിനകത്ത് 1 ലക്ഷം രൂപ വെച്ച് തൽക്കാലം തെറി വിളിക്കുന്നവൻ്റെ ഒക്കെ കൊടുക്കാം. പക്ഷെ എൻ്റെ അകത്ത് അത് അനുവദിച്ചില്ല. അത് അനുവദിക്കാതെ ആ കിട്ടിയ 6 ലക്ഷം രൂപ ഇതിന് തന്നെ കൊടുക്കണം. അപ്പം പലരോടും ചോദിച്ചു, ഈ ട്രസ്റ്റിലൊന്ന് മെമ്പർ ആകാവും. അപ്പോൾ അവരൊക്കെ ഓരോ ഒഴിവ് പറഞ്ഞു. ഒരാൾ നേരിട്ട് പറഞ്ഞു, തങ്കു ബ്രദറിന് നല്ല കടവാണ്, ഞങ്ങൾ ഇതിനകത്ത് വന്നാൽ ഞങ്ങളും ബാധ്യക്കാരാകുമോ എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾ ആരും ചെയ്തരത്തില്ല. ഞാൻ തോമസ് കുട്ടി ബ്രദറിൻ്റെ അടുത്ത് ചെന്നു. ആ സമയത്ത് കുഞ്ഞാവറാച്ചായൻ അവിടെ ഇരുന്നു. കുഞ്ഞാവറാച്ചാൻ പറഞ്ഞു, തോമസ് കുട്ടി വിചാരിക്കുന്ന പോലെയല്ല, ഇതൊരു വലിയ മൂവ്മെൻ്റ് ആകണം. തോമസ് കുട്ടി നിർബന്ധമായി ഈ ട്രസ്റ്റി ആകണം. കുഞ്ഞാവറാച്ചായൻ പറഞ്ഞു.
അങ്ങനെ ഞങ്ങൾ 3 പേരൂടെ തിരുവല്ലയിൽ പോയി ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കണ്ട് 2001 ഒഫീഷ്യലി ഹെവൻലി ഫീസ്റ്റ് എന്ന് പറയുന്ന ചർച്ച് രജിസ്റ്റർ ചെയ്ത് ആ പേരിലാണ് ഈ വസ്തു വാങ്ങിച്ചത്. പിന്നീട് കോട്ടയത്തെ വസ്തു വാങ്ങിക്കുമ്പോൾ പലരും പറഞ്ഞു, തങ്കുബ്രദറെ ആ ആധാരം പണയപ്പെടുത്തിയാൽ ഇതിൻ്റെ പൈസ വരുമല്ലോ, ഏതായാലും തങ്കുബ്രദറിൻ്റെ പേരിലല്ലേ എല്ലാം വാങ്ങിക്കുന്നേ. അപ്പം ഞാൻ ആധാരം അവരുടെ കയ്യിലോട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇത് വെച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അവർ ചെന്ന് ബാങ്കിൽ കൊടുത്തപ്പോഴാണ് അറിയുന്നത് ഇത് എൻ്റെ പേരിലല്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ദൈവരാജ്യത്തിൽ സമ്പത്ത് നമ്മുടെ കൈ കിട്ടുന്നത് നമുക്ക് ഉള്ളതുണ്ട്, പക്ഷെ അത് കൈകാര്യം ചെയ്യാനാണ്, കൊടുക്കാൻ മാനേജേഴ്സ് ഓഫ് മണിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സാംകുട്ടി ബ്രദറിന് അറിയാമല്ലോ, ഇവിടെ ഇഡിയും ഇവരും അവരും ഒക്കെ ഒത്തിരി വിഷയങ്ങളുടെ ഇടയിലും ധൈര്യത്തോടെ നിൽക്കാൻ സാധിച്ചത്. ഒരു റൈഡ് നടക്കുമ്പോൾ ഞാനുണ്ട് അവിടെ സ്പോട്ടിൽ ബ്രദറില്ല, ഞാനുണ്ട് ആ വീട്ടിൽ. ഞാൻ തിരുവനന്തപുരത്താണ്. അതെ. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഉള്ളിലെ ധൈര്യം അരുതാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. 1 രൂപ ഇല്ല. അപ്പോൾ പറയുന്നത് വിൻസർ കാസൽ എൻ്റേതാണ്, ബാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ 200 കോടി രൂപ സ്വിസ് ബാങ്കിൽ കിടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഇപ്പം വേണേ എനിക്ക് രക്ഷിക്കാം, പിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ ചെക്ക് ബുക്ക് തരുവാണെങ്കിൽ നമുക്ക് 50-50 എടുക്കാം. എനിക്കറിയാം ഇല്ലെന്ന്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സാറേ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയത്തില്ല, എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ്, എനിക്ക് രഹസ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 30 വർഷത്തിൽ 27-28 വർഷവും എൻ്റെ കൂടെ നിന്ന 100 കണക്കിന് ആൾക്കാർ ഇന്നും തോളോട് തോള് നിൽക്കും. ഈ സാമ്പത്തിക കാര്യങ്ങൾ പറയുമ്പോൾ സാമ്പത്തിക വിഷയങ്ങളാണ് തങ്കു ബ്രദറിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യം. അതായത് ഇവിടെ കോട്ടയത്തെ ഒരു മീറ്റിങ്ങിൽ വെച്ച് സ്തോത്രകാഴ്ച സ്ത്രീകളോട് ആഭരണം ഊരിയിടാൻ പറഞ്ഞു. അവർ സ്വർണം ആഭരണം ഊരിയിട്ടു. ഇതൊരു വലിയ ആരോപണമാണ്, എല്ലാ കാലത്തും ഉള്ളൊരു ആരോപണം. എന്തുവാ സംഭവിച്ചത്? അതായത് ഈ ജോൺ ജോസഫ് എന്ന് പറയുന്ന അതെ ഒരു ദേവദാസൻ ശുശ്രൂഷിക്കാൻ വന്നു. അപ്പോൾ നമ്മൾ ഈ കോട്ടയത്തെ വസ്തുവിൻ്റെ ആദ്യത്തെ 20 സെൻറ്റ് വാങ്ങാനുള്ള ശ്രമത്തിലാണ്. പാക്ഡ് ജനം, ഒരാൾക്ക് എഴുന്നേക്കണമെങ്കിൽ 5 പേർ ഒന്നിച്ച് എഴുന്നേക്കാം. അതെ, അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ഞാനും ഉണ്ട് സ്റ്റേജിൽ. ഇദ്ദേഹം അങ്ങോട്ട് ഇറങ്ങിയിട്ട് കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് 50ൻ്റെ നോട്ടിൻ്റെ കെട്ടെടുത്ത് എല്ലാവർക്കും ഓരോരുത്തർക്കും കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, കൊടുക്കുന്നവനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തെ ആദ്യം ഞാൻ കാണുന്നു. ഈ ജോൺ ജോസഫിനെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. അദ്ദേഹം ഈ ടിവിയുടെ ചാനലിൻ്റെ ഒക്കെ ആളാണ്. അപ്പം നമ്മുടെ ഒരു സഹോദരിയുടെ ഫ്രണ്ട് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം അമേരിക്കയിൽ നിന്നൊക്കെയാണ്. നമുക്ക് വസ്തു വാങ്ങിക്കണമല്ലോ, അപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്ന ആളായിരിക്കുമെന്നുള്ള പ്രതീക്ഷയല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇയാള് കൊടുക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് ഈ 50 കഴിയുമ്പം ഈ വസ്തുവിന് എത്ര രൂപ വേണം ചെക്ക് തരുമെന്ന്. ഞാൻ അവിടെ നിൽക്കുമ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സഹോദരി അതിൻ്റെ ഇടയ്ക്കുന്ന് വന്ന് വള ഊരി സ്റ്റേജിലോട്ട്. ഈള് ഇടാൻ പറഞ്ഞിട്ടില്ല. സ്വർണ്ണ ഇടണമെന്നോ സ്തോത്രകാഴ്ച വേണമെന്ന് ഇയാൾ പറഞ്ഞില്ല. ഈ സംഭവം കഴിഞ്ഞ് ഇദ്ദേഹം സ്റ്റേജ് വരുമ്പം ഈ സഹോദരി നേരെ ഈ ക്രൗഡിൻ്റെ ഇടയ്ക്കുന്ന് എഴുന്നേറ്റ് വന്ന്, തിരുവല്ലയിലുള്ളൊരു സഹോദരി ഇടുക. ഈ ഇട്ട ഉടനെ ഓരോരുത്തർ വന്നിടാൻ തുടങ്ങി. അത് എറിയ. എനിക്ക് നമ്മൾ ഈ ചമ്മലല്ല, അയ്യെന്നായിപ്പോയി. ഈ കാര്യം ദിസ് ഈസ് നോട്ട് സപ്പോസ് ടു ഹാപ്പൻ. മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നേരെ ഗ്രൗണ്ടിൽ അങ്ങേ അറ്റത്ത് പോയി നിൽക്കുക. കാര്യം ഇതെന്നാ ഈ കാണിക്കുന്നു. റെക്കോർഡിങ് നടക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, എന്നാ പറ്റി? ആ സഹോദരി പറഞ്ഞു, ഈ വള ഊരാൻ മേല. പുള്ളിക്കാരത്തി ഇത് കേട്ടോണ്ടിരിക്കുമ്പം ആരോ വന്ന് പറഞ്ഞു ഊരാൻ. ഊരുമായി ഊരിപ്പോകുന്നു.
നടക്കാൻ വഴിയില്ല. പുള്ളിക്കാരത്തി എങ്ങനെ നടന്ന സ്റ്റേജ് വരെ വന്നെന്ന് അറിയത്തില്ല. ഇത് കൊണ്ടിട്ടു. അതൊറ്റ പ്രാവശ്യം നടന്നിട്ടുള്ളൂ. നമ്മുടെ എല്ലാ റെക്കോർഡ്സ് ഉണ്ട്. നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടുമല്ല. ഇന്ന് വരെ എനിക്ക് ധൈര്യമായി പറയാം, ലോകമെമ്പാടും ഇന്ന് എനിക്ക് കിട്ടുന്ന മാന്യതയും ആദരവും വടക്കിന്ത്യയിലും എല്ലായിടത്തും സുവിശേഷത്തിന് ഏറ്റവും വലിയ അപവാദം വരുന്നത് പൈസയാണ്. ഞാൻ പൈസ തൊട്ടിട്ടില്ല. എനിക്ക് ലൈവായി ധൈര്യത്തോടെ പറയാം, ആരോടും ഇന്നയോളം കുറച്ച് പൈസ തരാമോ, സുവിശേഷത്തെ വളച്ചൊടിച്ച് പൈസ വാങ്ങിക്കും. 2, ഹെവൻലി ഫീസ്റ്റിൽ പണക്കാരനാണെങ്കിൽ അവർക്കറിയാം വെയിറ്റ് ചെയ്യണം. പാവപ്പെട്ടവർക്കാണ് ഇന്നും ആദ്യത്തെ സ്ഥാനം. കാര്യം അവരുടെ ആശ്വാസം ഞാനാണ്. സോ ഹെവൻലി ഫീസ്റ്റിലെ കൾച്ചർ തന്നെ നോക്കിയാൽ അറിയാം. പണക്കാരൻ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം ഇവർക്കാണ് ആശ്വാസം. വെംബ്ലി സ്റ്റേഡിയം പാക്ഡ് ആയിട്ട് നിൽക്കുമ്പം 1 ലക്ഷം പൗണ്ട് ഈ ദേവദാസൻ, അത് ലൈവ് ഉണ്ട്. എലിം ചർച്ച് എന്ന് അടിച്ചാൽ കാണാം, ഇന്നും യൂട്യൂബിൽ ലൈവ് ഉണ്ട്. വി വോണ്ട് ടു ഗിവ് 100,000 pound ടു ദിസ് മാൻ ഓഫ് ഗോഡ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ മൈക്ക് വാങ്ങിച്ചിട്ട്, ഐ വിൽ ഗിവ് യു 100,000 pound. ഐ ഹവ് റിസീവ്ഡ് ദ ഗോസ്പൽ ഫ്രീലി ആൻഡ് ഐ ഗിവ് ഫ്രീലി. അദ്ദേഹം ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ 2 കാര്യം എൻ്റെ അകത്ത്. ഭാരതത്തിൻ്റെ പേര് കളയരുത്, ദൈവരാജ്യത്തിൻ്റെ പേര് കളയരുത്. ഈ സ്വർണം ഇടാനായിട്ട് ഒരിക്കലും ഈ നാവിൽ നിന്ന് വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരു പ്രാവശ്യം ഉണ്ടായി. ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് അത് ഉണ്ടായിട്ടുമില്ല. കാര്യം അത് പറഞ്ഞിട്ടുമില്ല. ഇദ്ദേഹത്തിൻ്റെ ആ സമയത്ത് ഇദ്ദേഹം ആവശ്യപ്പെട്ടില്ല. സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യം. പക്ഷേ തങ്കു ബ്രദറെ, ഈ ഇതെല്ലാം സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ കാലത്തും തങ്കു ബ്രദറിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജനം കാണുമ്പോൾ ആൾക്കാർ കൂട്ടുന്നത് 1000 ഗുണം 1000 ഇത്ര ലക്ഷം രൂപ ഒരു സ്തോത്ര കാഴ്ച കിട്ടും. സ്തോത്ര കാഴ്ചയിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യും. കാര്യം എൻ്റെ അനുഭവമാണ്. നിങ്ങൾ പൈസ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ക്രിസ്തുവിൽ നിങ്ങൾ പ്രസാദിപ്പിക്കപ്പെട്ടവരാ. ഞാൻ എൻ്റെ ഇന്നർ ചേംബറിലും പറയും, നിങ്ങൾ ഇത് സ്പോൺസർ ചെയ്യുന്നത് നേർച്ചയായിട്ട് കരുതരുത്. ഇത് സ്പോൺസർ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് വിചാരിക്കരുത്. സുവിശേഷത്തിന് വേണ്ടി നൽകുക, ദൈവം പ്രതിഫലം തന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ നോക്കിയാൽ മെമ്പർഷിപ്പ് ഫീ ഇല്ല, മാസവരി ഇല്ല. ഫോഴ്സ്ഡ് ആയിട്ട് നിങ്ങൾ തരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമാണ്. അപ്പം മെമ്പർഷിപ്പ് ഫീ ഇല്ല, സഭയ്ക്ക് മാസവരി ഇല്ല, മന്ത്ലി ഒരു തുക തരണം എന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ സഭയ്ക്കും ഉണ്ടല്ലോ അത്. ഞങ്ങളുടെ സഭയ്ക്കില്ല. ഹെവൻലി ഫീസ്റ്റ് ലോകമെമ്പാടും. നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് എങ്കിലും വെച്ചുകൂടെ? ഇല്ല. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും ആവർത്തിക്കാം, ഞാൻ വന്ന വഴിയിൽ എനിക്ക് തരാൻ പറ്റാത്ത അനുഭവമായിരുന്നു. ചിലർ എന്നോട് ചോദിക്കും, ശുശ്രൂഷിക്കുമ്പം ഐസ് വെള്ളം കുടിക്കുന്ന കാണാമല്ലോ. അതിൻ്റെ കാരണം, ഞാൻ പല കുടിലുകളിലും പോകുമ്പോൾ വിറകില്ല ചൂടുവെള്ളം തരാൻ. അവർ തരുന്ന ആ വെള്ളം അത് എവിടെ നിന്ന് എടുത്തതെന്നൊന്നും ചോദിക്കുന്നുണ്ട്. പൈപ്പിൽ നിന്നായിരിക്കും, കിണറ്റിൽ നിന്നായിരിക്കും കുടിക്കാൻ വെള്ളം തരുന്നത്. സന്തോഷത്തോടെ കുടിച്ചു. എന്നെ സംബന്ധിച്ചോളം ഇതൊന്നും ഒരു വിഷയമല്ല. ഉള്ള അവസ്ഥയിൽ ഞാൻ തൃപ്തൻ. ഉള്ള അവസ്ഥയിലുള്ള തൃപ്തിയാണ് യഥാർത്ഥ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തങ്കു ബ്രദറിനെതിരെയുള്ള ഏറ്റവും വലിയ ഈ പെന്തക്കോസ്ത് ഫീൽഡിൽ നിന്നുള്ള ഏറ്റവും വലിയ ആരോപണം പ്രോസ്പെരിറ്റി തിയോളജിയുടെ വക്താവാണ്. എല്ലാം അനുഗ്രഹത്തിൻ്റെ അപ്പോസ്തലനായിട്ടാണ് തങ്കു ബ്രദറിനെ കാണുന്നത്. പക്ഷേ ഇന്നലെ മലയാള മനോരമയിൽ ഒരു ഫുൾ പേജ് പരസ്യം നിങ്ങൾ ഇട്ടിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സാമ്പത്തിക കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ അനുഗ്രഹം എന്ന് പറയുന്നത് സാമ്പത്തികമായി കൊടുത്താൽ കിട്ടുന്നതല്ലെന്നും ഒക്കെയാണ് പറയുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. അതെങ്ങനെയൊന്ന് വിശദീകരിക്കാവോ? ഈ പ്രോസ്പെരിറ്റി തിയോളജിയുടെ ആളാണോ? പ്രോസ്പെരിറ്റി തിയോളജി എന്ന് പറഞ്ഞാൽ തിയോളജി ഇല്ല. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നാ നമ്മൾ സാധാരണ. അല്ല, അതിനകത്ത് എന്താ ഇതിൻ്റെ ഒരു പ്രോസ്പെരിറ്റിയുടെ അർത്ഥം എന്താ? സമൃദ്ധി.
അബ്രഹാമിനോട് എബ്രായർ 6:14 പറയാ, അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വർധനവനാൽ ഞാൻ നിന്നെ വർദ്ധിക്കും. അനുഗ്രഹം എന്ന് പറയുന്ന പദം 1 പത്രോസ് 3:9, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിത്തീരും. അപ്പം യേശു യോഹന്നാൻ 14:23 പറയാണ്, പിതാവും ഞാനും നിങ്ങളുടെ കൂടെ വന്ന് വസിക്കും. ദൈവം വസിക്കുന്ന സ്ഥലത്ത് ദാരിദ്ര്യം കാണത്തില്ല. ഓക്കെ. നമ്പർ 2, സമൃദ്ധിയുടെ ഡെഫിനിഷൻ പൗലൂസ് പറഞ്ഞിട്ടുണ്ട്. സമൃദ്ധിയിൽ ഇരിക്കാൻ അറിയാം, അലംഭാവത്തിൽ ഇരിക്കാൻ അറിയാം, ഉയർച്ചയിൽ ഇരിക്കാൻ അറിയാം, താഴ്ചയിൽ എന്ന് പറഞ്ഞാൽ ഉള്ള അവസ്ഥയിലെ തൃപ്തിയാണ് യഥാർത്ഥ സമൃദ്ധി. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയപ്പം ഹോട്ടലില്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞാനും അനിയും പിള്ളേർ, കൊച്ചു പിള്ളേരാണ്. ലുങ്കി അവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിരിച്ച് 49 ഡിഗ്രിയാണ്, കൂളായിട്ട് അവിടെ കിടക്കും, വൈകുന്നേരം പ്രസംഗിക്കും, തിരിച്ചു വരും. സമൃദ്ധിയാണ്, ഉള്ള അവസ്ഥയിൽ തൃപ്തിയാണ് സമൃദ്ധി. നമ്പർ 1. നമ്പർ 2, പൈസ ഇല്ലാത്തവൻ്റെ വേദന എനിക്കറിയാം. ഞെട്ടി രാത്രി എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം എനിക്ക് ആ സമയത്തെ സമൃദ്ധി എന്ന് പറയുന്നത് പൈസ വേണം. ദൈവം തന്നിട്ടുമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് ഭൗതികമല്ലേ? യേശു ചെയ്ത മുഴുവൻ അത്ഭുതങ്ങളിലും ഭൗതികമായ. അപ്പം സാമ്പത്തികമില്ലാത്തവന് സമ്പത്താണ് പ്രോസ്പെറിറ്റി. ആരോഗ്യമില്ലാത്തവനോ? സാമ്പത്തികമുണ്ട്, ആരോഗ്യമില്ലെങ്കിലോ അവൻ്റെ പ്രോസ്പെറിറ്റി ആരോഗ്യമാണ്. അതെ. കുടുംബത്തിൽ എല്ലാം ഉണ്ട്, ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, സമാധാനം ഇല്ലല്ലോ. അവനെ സംബന്ധിച്ചോളം സമാധാനമാണ് പ്രോസ്പെറിറ്റി. ഇനി ഇത് 3 കൊണ്ട് കുഞ്ഞുങ്ങൾ വഴി തെറ്റിപ്പോയാലും. അപ്പം പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്, ഈ ആൾക്കാർ ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ പറയുന്നത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയാം. ഒരു ഹെയർ ലൈൻ വ്യത്യാസം, ഒരു മുടിനാര് നേർത്ത വ്യത്യാസം. കാരണം ഭൗതികമായ നന്മകൾ മാത്രം പ്രസംഗിച്ചാൽ ഇത് സ്വാർത്ഥത വർദ്ധിപ്പിക്കും. യേശുവായിട്ടല്ല ബന്ധം, ഭൗതിക നന്മയായിട്ടാണ്. അപ്പൊ ഇപ്പുറത്ത് നിത്യതയുടെ ഉറപ്പും പറയണം. നിത്യജീവന്റെ ഉറവിടം യേശുവാണ്. യേശു പറഞ്ഞു, മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിപ്പിക്കും, ഈ ഭൗതിക നന്മകൾ ചേർക്കപ്പെടും. സാംകുട്ടി ബ്രദറിനോട് ഞാൻ പറയാം, ഇന്ന് വരെ ഈ 30 വർഷത്തിൻ്റെ ഇടയിൽ ഒരു ഭൗതിക നന്മയ്ക്കോ പൈസയ്ക്ക് വേണ്ടിയോ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. 1, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാനത് എല്ലായിടത്തും പറയാം. നിങ്ങൾ അതിനെക്കുറിച്ച് വിട്. നിങ്ങൾ എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കുടിക്കും, ഇതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞ ആൾ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഉണ്ട്. അദ്ദേഹം തരും. അത് തരുന്നത് എങ്ങനെയാണ്? ഇപ്പം ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ എൻ്റെ കടം വീടാൻ കർത്താവിന് അറിയത്തില്ലേ? സെക്കൻഡ് വെച്ച്. അങ്ങനെയാണ് ഞാൻ ഇന്നിവിടെ സാംകുട്ടി ബ്രദറിൻ്റെ കൂടെ ഇരിക്കത്തില്ല. എന്നിൽ ചില ഞുറുക്കങ്ങൾ വേണമായിരുന്നു, ചില അനുഭവത്തിലൂടെ പോകണമായിരുന്നു, ഞാൻ ചാകണമായിരുന്നു. അത് ജപ്തി വഴി, തെറിവിളി വഴിയും, പ്രശ്നങ്ങളും, പാനിക് അറ്റാക്സ്, അത് വലിയ എല്ലാം. തങ്കു എന്ന് പറയുന്ന മൊഷടൻ ഇടിഞ്ഞ് ഗോതമ്പണി നിലത്ത് വീണ്
ചത്തത് കൊണ്ടാണ് ലോകം ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായത്. അപ്പം എന്നെക്കുറിച്ച് പറയുന്ന പലർക്കും ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരിക്കുക, കടയിറങ്ങി പച്ചക്കറി വാങ്ങിക്കുമ്പോൾ എൻ്റെ കൂടെ CMS കോളേജിൽ പഠിച്ച ഒരു വ്യക്തി, അതിൻ്റെ പേര് അബു എന്നാണ്. അദ്ദേഹം അവിടെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരിക്കുക, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. അടാ മാത്യു എന്നാ ഉണ്ടോ വിശേഷം? ഞാൻ വിശേഷമൊന്നുമില്ല. നീ എന്നാ എടുക്കുക? ഞാൻ സുവിശേഷ വേലയാണ്. ഞാൻ അബു എന്നെ എടുക്കുക. ഞാൻ ബാറ്റയുടെ കൊല്ലത്തെ മാനേജർ, റീസൺ ഭയങ്കര ടെൻഷനാടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു സുവിശേഷം പറയുന്നതിന് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ, സന്തോഷമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു വളരെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു സുവിശേഷം അറിയിക്കുന്നതിനേക്കാളും ഒരു മനുഷ്യൻ്റെ രൂപാന്തരം കാണുമ്പോൾ ഉള്ള സന്തോഷം കോടിക്കണക്കിന് രൂപയേക്കാളും വരിക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ എവിടെയാണ് സുവിശേഷം അറിയിക്കുന്നത്? ഓർത്തഡോക്സ് സഭയിൽ തന്നെയാണോ അതോ പെന്തക്കോസ്തിൽ പോയോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രണ്ടുമല്ല, ഈ നമ്മുടെ KPS മേനോൻ അറിയോ? അതെനിക്കറിയാം. അവിടെ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്, അവിടെയാണ് ഞാൻ സുവിശേഷം. അപ്പോൾ എന്നെ മുഖമൊക്കെ മാറിയായിട്ട്, നീയും തങ്കുവിൻ്റെ കൂടെ കൂടിയോ? കൂടെ പഠിച്ച നീയും തങ്കുവിൻ്റെ കൂടെ പഠിച്ചോ? നീയും തങ്കുടെ കൂടെ കൂടിയോ? നമ്മൾ എന്നാ പറ്റി? അല്ല, നീ കോളേജിൽ പഠിക്കുമ്പോൾ ഭയങ്കര സ്മാർട്ടായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ കൂടെ? യുവജന പ്രസ്ഥാനം, അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഇതിനും ഇങ്ങനെ നടന്ന ആള്, നീ തങ്കുവിൻ്റെ കൂടെ എന്തിനാ കൂടി? അവനെ നിനക്കറിയോ? എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ എനിക്കറിയാം. എന്നാ പറ്റി അബു? ഞാൻ എൻ്റെ കണ്ണാലെ കണ്ട കാര്യം ഞാൻ നിന്നോട് പറയാം. ഞാൻ അവിടെ ഒരു ഞായറാഴ്ച പോയി, എല്ലാവരും കുടുംബക്കാരെല്ലാം അവിടെയാ. പറഞ്ഞു സ്തോത്ര കാഴ്ച ചാക്കിനകത്തോട്ട് നിറച്ച് ഇങ്ങനെ അവർ ചവിട്ടിയത് നിറയ്ക്കും വന്ന് കെട്ടിയച്ചിറങ്ങുമ്പം ഈ തങ്കു എന്ന് പറഞ്ഞവൻ കത്തിയെടുത്ത് കാണിച്ച് ചാക്ക് പഠിച്ച് ഒരു മാരിദിവാനയിലോട്ട് ഇട്ട് സ്ഥലം വിടുന്ന കാഴ്ച എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു അബു, ഈ പറയുന്ന തങ്കു ഞാൻ. അപ്പോഴത്തേക്ക് സിഗരറ്റ് താഴെ വിടുന്നു. എടാ ബ്രദറെ, അല്ല. ഞാൻ പറഞ്ഞു അബു എന്തിനാ ഇത് പറഞ്ഞു? അല്ല നിന്റെ പേര് തങ്കു എന്നെങ്ങനെയാ? ഞാൻ വീട്ടിൽ വിളിക്കുന്ന പേര്, എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് തങ്കു. അത് കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ചില പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അമ്മ എന്നോട് പറയും, എടാ തങ്കു അവിടെ. ഉടനെ ആ തങ്കു ബ്രദറായി. ഉടനെ ഞാൻ ചോദിച്ചു, എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ കാര്യം എന്നെ കാണാത്തവരാണല്ലോ ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് എന്തിനാ അബു ഇത് പറഞ്ഞു? എടാ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് പോകും, പ്രാർത്ഥനയ്ക്ക്. എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതമാണ്. ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്യത്തില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ അതിശക്തമായ എതിർപ്പ് ഹെവൻലി ഫീസ്റ്റിനെതിരെ ഉണ്ടായി, പല തട്ടിൽ നിന്നുണ്ടായി. ഒന്ന്, ട്രഡീഷണൽ പെന്തക്കോസ്ത് സഭകളെല്ലാം എതിരായി, അല്ലേ? തങ്കു ബ്രദർ ആരാധിച്ച IPC-ക്കാർ ഉൾപ്പെടെ എല്ലാ പെന്തക്കോസ്തുകാരും എതിരായി. രണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മൊത്തം എതിരായി. ഇവിടുത്തെ സമുദായ സഭകളും മുഴുവനും എതിരായി, മറ്റ് ക്രൈസ്തവ സഭകളെല്ലാം. ഇവിടെ മറ്റ് സമുദായങ്ങൾ, അതായത് SNDP തൊട്ടിങ്ങോട്ടുള്ള സകല സാമൂഹ്യ മത പ്രസ്ഥാനങ്ങളും തങ്കു ബ്രദറിനെതിരായി അതിശക്തമായ അറ്റാക്ക് ഉണ്ടായി. കൂടെ ഉണ്ടായിരുന്നവരെ അടിച്ചു, ചിലരുടെ സംസാരശേഷി വരെ പോയി. അതുപോലെ ഇവിടെ വലിയ പ്രകടനം നടന്നു അതിനെതിരെ. വലിയ പത്രങ്ങളിലൊക്കെ സ്ഥിരമായി വാർത്തകൾ ഇങ്ങനെ ആൾ ദൈവം എന്നുള്ള നിലയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതൊക്കെ അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ 10, 15, 20 വർഷമായി, അല്ലേ? 15 വർഷം. 2008 അതെല്ലാം സംഭവിക്കുന്നത്. 2008 പോയി 17 വർഷമായി. 17 വർഷമായി. എന്നിട്ടും നമ്മളിങ്ങനെ നിൽക്കുകയല്ല, നിർത്തിയത്. തമ്പുരാൻ നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യേശുവിൽ ഉറപ്പാണ്. അടുത്ത ചോട് എൻ്റേത് എന്താന്ന് യേശുവ കൽപ്പിക്കും, ഞാനല്ല. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും പാമ്പാടിയിലും പുത്തരിക്കണ്ടം മൈതാനത്തിലും ഓപ്പൺ ക്രൂസൈഡ് നടന്നുകൊണ്ടിരിക്കുക, ഓപ്പൺ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, പ്രകടനം ഒരു വശം നടന്നുകൊണ്ടിരിക്കുക.
എന്നെ സംബന്ധിച്ചോളം സ്നാനം എന്ന് പറഞ്ഞ മരണമാണ്. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്. എനിക്കറിയത്തില്ല എന്തിനാ ഇവരെ എതിർക്കുന്നത്. ഒരു വീട്ടിൽ പോയി ആരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല, ജനങ്ങളെ പൈസ കൊടുത്തിട്ടില്ല, പ്രലോഭനമില്ല, നിങ്ങൾ മതം മാറണമെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ആളിടിച്ചു വരും. യേശു പറഞ്ഞു, എന്നെ ഉയർത്തിയാൽ ഞാൻ ജനങ്ങളെ കൂട്ടും. ഇതിൻ്റെ തുടക്കം ഒരു മാധ്യമം വന്ന് എനിക്ക് ഞങ്ങൾ ഈ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. കോട്ടയം വിശപ്പില്ലാത്തവരുടെ നഗരമാക്കി മാറ്റുന്ന 2004. അത് ഒരു ബിസിനസ്സുകാരൻ, 35 വയസ്സുകാരൻ, വീട്ടിൽ കുഞ്ഞുങ്ങൾ വിശക്കുന്നു എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാതെ ഇവിടെ വന്നു. ഞാൻ പൈസ കൊടുക്കാൻ ശ്രമിച്ചു, 100 രൂപ. അയാൾ പറഞ്ഞു വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. അന്ന് വെളുപ്പിനെ 4:30 അയാൾ സൂയിസൈഡ് ചെയ്തു. അപ്പം എനിക്കത് വലിയ ഷോക്കായി. ഞാൻ തോമസ് ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, തോമസ് ബ്രദറെ, പ്രസംഗിക്കാൻ എളുപ്പമാണ്, എനിക്ക് പ്രസംഗിക്കാൻ ഇനി പറ്റത്തില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ സ്റ്റേജിൽ തുള്ളി ചാടി ഡാൻസ് ചെയ്യുമ്പം ഈ പട്ടണത്തിലെ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു. വാർത്ത കടബാധ്യത, പക്ഷെ ഒറിജിനൽ വാർത്ത മക്കൾ വിശക്കുന്നു എന്ന് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് സഹിക്കാൻ പറ്റാതെ പോയി മരിച്ചതാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഇല്ലാതെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല, അത് റിയാലിറ്റിയാണ്. അവൻ പറഞ്ഞു, നമുക്ക് ഒരു പിടി അരി, ഒരുപാട് ജീവൻ. എല്ലാവരും സഭയിലുള്ളവർ ഒരു പിടി അരി എല്ലാ ആഴ്ച ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണ് റീച്ച് വേൾഡ് വൈഡിൻ്റെ ആരംഭം. അതിനകത്തും തെറ്റിദ്ധാരണയുണ്ടായി. റീച്ച് വേൾഡ് വൈഡ് എന്നുള്ള പേര് കേട്ടാൽ ഏതോ വിദേശ സംഘടനയാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് FCRA ഇല്ല, FCRA അപ്ലൈ ചെയ്തിട്ടുമില്ല, ഇതുവരെ ഇല്ല. ഹെവൻലി ഫീസ്റ്റും ഇല്ല, റീച്ച് വേൾഡ് വൈഡ്. നിങ്ങൾ ലോകം മുഴുവൻ നടക്കുന്ന ആളാണല്ലോ, പോകുന്ന ആളാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് FCRA എടുത്തില്ല? FCRAയുടെ ആവശ്യമില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഭാരതത്തിൻ്റെ സുവിശേഷീകരണത്തിന് ഭാരതത്തിൽ തന്നെ അതിൻ്റെ പണമുണ്ട്. സുവിശേഷത്തിന് എന്തിനാ പണം? ഞാൻ ഈ അമേരിക്കയിലും ഇവിടെ എല്ലാം പോകാറുണ്ട്. അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ, വി ക്യാൻ ഹെൽപ്പ് യു. ഞാൻ പ്രൊജക്റ്റ് ഇല്ല. ഇങ്ങോട്ട് പൈസ തന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ച് തിരിച്ചു വിതച്ചിട്ടുണ്ട്, നിങ്ങളുടെ കൈ വെച്ചോളാൻ പറയും. പല പാസ്റ്റർമാർ സ്ലെയിനായി പോയിട്ടുണ്ട്. എഴുന്നേറ്റ് വന്ന് എൻ്റെ വൈഫിനോട് ചോദിക്കും, ഇത് കുറഞ്ഞു പോയത് കൊണ്ടാണോ അങ്ങേര് വാങ്ങാഞ്ഞത്? അല്ല, ചിലരോട് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യക്കാർ പൈസ വാങ്ങാൻ വരുന്നതാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട്, അത് മാറ്റാനാണ് ഞാൻ വാങ്ങിക്കാത്തത്. എനിക്ക് പൈസ ആവശ്യമില്ലാഞ്ഞിട്ടല്ല വാങ്ങാത്തത്. എൻ്റെ വ്യക്തിപരമായ സാമ്പത്തിക വിഷയം വേറെ ആരോട് ഞാൻ പറയാറില്ല. എനിക്ക് ആവശ്യമില്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഈ പത്രത്തിൻ്റെ പരസ്യങ്ങളൊന്നും ചർച്ചല്ല. 1 രൂപ പോലും ഹെവൻലി ഫീസ്റ്റ് ചർച്ചിൽ നിന്നല്ല കൊടുക്കുന്നത്. ഈ ഹോൾ കാര്യങ്ങൾ ഈ പത്രത്തിൻ്റെ പരസ്യങ്ങൾ അതെൻ്റെ സാക്ഷ്യമാണ്. അത് കണ്ട് ഒരാളെങ്കിലും യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചാൽ എനിക്കതിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് വിശ്വസിക്കുന്നതാണ്. ചർച്ചിന് ഒരു ഭാരം ഞാൻ കൊണ്ടുവരത്തില്ല. ഫിനാൻഷ്യലി ചർച്ചിൽ ഞാൻ 1 രൂപ സപ്പോർട്ട് കൊടുക്കാറില്ല. ഇത് മുഴുവൻ പണം 100% ഈ മനോരമ മാതൃഭൂമി ഇതിനകത്തൊന്നുമില്ല. ഇറ്റ് ഈസ് ഫ്രം മൈ ഓൺ പേഴ്സണൽ സേവിങ്സ്. ഞാൻ എൻ്റെ മുദ്രാവാക്യം ഞാൻ പറയാം, ചെലവാക്കാം. എൻ്റെ ജീവിതം ചെലവാകട്ടെ, എൻ്റെ കയ്യിൽ തന്നത് ചെലവാക്കാം. പിള്ളേരെ ചിലപ്പം ചോദിക്കും, പപ്പ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതണം. എന്നെ നടത്തിയ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കും, നടത്തിക്കോളും. പുറമേ ഈ കാണുന്ന ഈ ആഡംബരത്തോട് എനിക്കെതിരാണ്. ചിലരെ കാണാൻ മേലെ ഇങ്ങനെ മുഴുവൻ സ്വർണ്ണം ഇട്ട് ഇവിടെ അവിടെ മിനിസ്റ്റർ, അതിനോട് എനിക്ക് എതിരാ. അതല്ല യേശു, അതല്ല. സോ ഈ മാധ്യമം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു അവാർഡ് തരണം, പൊന്നാട തരണം, ഇത്രയും വലിയ പ്രവൃത്തി ചെയ്യും. ഞാൻ പറഞ്ഞു, ഞാൻ അവാർഡിനല്ല ഇത് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു 2 ലക്ഷം രൂപ. ഞാൻ വന്ന സാഹചര്യം ഏകദേശം സാംകുട്ടി ബ്രദറിന് മനസ്സിലായത്. ഒരു അകത്തൊരു റെബല്യൻ സാധനം കിടപ്പുണ്ട്. പാവപ്പെട്ടവനെ, ഇന്നും പാവപ്പെട്ടവനെ തൊട്ട സഭയിലല്ല, പാവപ്പെട്ടവനെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന കണ്ടാൽ ഞാൻ ഔട്ട് ഓഫ് ദ വേ പോയി സഹായിക്കും. അയാളുടെ മുഖം ഞാൻ ആദ്യമായിരിക്കും കാണും. ചർച്ചിൻ്റെ ഒന്നും ആകണമെന്നില്ല.
അപ്പം ഇത് കേട്ടപ്പം എന്നെ ഒരു മാതിരി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പോലെ തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വഴി തന്നെ തെറ്റിപ്പോയി, നിങ്ങൾക്ക് എഴുന്നേക്കാം, ഇറങ്ങിപ്പോകാം. അപ്പം പറഞ്ഞു, ഞാൻ അവിടുത്തെ റീജിയണൽ മാനേജറായി, ഞങ്ങൾ നശിപ്പിച്ച് കളയും. ഞാൻ പറഞ്ഞു, നോക്ക്, എന്നെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ എനിക്കത് പ്ലസ്സാണ്. എന്നെക്കുറിച്ച് നല്ലത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമില്ല. ഞാൻ കള്ളനാന്ന് പറഞ്ഞാൽ അത് എന്നെക്കുറിച്ച് കൂടുതൽ പേര് വായിക്കും. നിങ്ങൾക്കും പ്രയോജനം, നിങ്ങൾക്കും പ്രയോജനം, എനിക്കും പ്രയോജനം. അത് ഞാൻ പറഞ്ഞു നടക്കത്തില്ല. അവർ പിറ്റേ ദിവസമാണ് ആ പത്രത്തിൻ്റെ ഹെഡ്ലൈൻസ്, തങ്കു പാസ്റ്ററിൻ്റെ വീട്ടിൽ റെയ്ഡ്, 20 കോടി രൂപ കണ്ടെത്തി. എന്നാൽ അധികൃതർ ഇത് നിഷേധിച്ചു. അതിനെ തുടർന്ന് ബാക്കിയുള്ളവർ വന്നു. ആ സമയത്താണ് ഈ ആൾദൈവ പ്രശ്നം. സന്തോഷ് അവൻ പിന്നെ ക്രിസ്ത്യാനിന്ന് ഒരാൾ ദൈവം പിടിക്കണമല്ലോ, അങ്ങനെ അത് വന്നു. മാനസികമായി ഒത്തിരി വേദനയിലൂടെ കടന്നുപോയി, ഒത്തിരി വേദനയിലൂടെ. വചനത്തിൽ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അകത്ത് വ്യാകുലത, പുറത്ത് ഭയം. അല്ല, മക്കളൊക്കെ എങ്ങനെ നേരിട്ട്? മക്കളെ റോനക്കിനെ സ്കൂളിൽ പിള്ളേരെല്ലാം തല്ലി, ആൾ ദൈവത്തിൻ്റെ മകൻ. 2 പിള്ളേർ ഇവിടെ കോട്ടയത്ത് അവരെ ബെഞ്ചെ നിർത്തിയിട്ട് പറയുന്നതുകൊണ്ട് ഇവൻ ആൾ ദൈവത്തിൻ്റെ മകൻ. ഒരു ഘട്ടം വന്നപ്പം പിള്ളേരെ ഞാൻ ഇരുത്തി ചോദിച്ചു, ഇന്നും പപ്പയെക്കുറിച്ച് അഭിമാനമുണ്ടോ? അപ്പോൾ റോനക്കിനെ ഉള്ളു പറയാൻ. റോനക്ക് പറഞ്ഞു, വി ആർ മോർ പ്രൗഡ് ഓഫ് യു. എന്നാൽ അവരുടെ മാനസിക സംഘർഷം എന്ന് പറഞ്ഞ വേദന എന്ന് പറഞ്ഞത്, ഇന്നും ചില കാര്യത്തിൽ അവർ പാനിക്കാകുന്ന കാരണം അന്നത്തെ പാനിക്കാണ്. എൻ്റെ വൈഫിൻ്റെ മാനസികാവസ്ഥ തകർന്ന് ഇന്നത്തെ ആസ് ഓൺ ടുഡേ മനുഷ്യരെ കാണുന്നേ ഇഷ്ടമില്ല. കാരണം കൂടെ നിന്നവർ പലരും പല അനുഭവത്തിലൂടെയും വിഷമത്തിലൂടെ പോകുമ്പം, പക്ഷേ ഈ വിഷമം എനിക്ക് മുഖത്ത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം പ്രത്യാശയുടെ സുവിശേഷം അറിയിക്കുക. അകത്ത് കരയുന്നുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടാണ് സുവിശേഷം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അകത്തൊരു ഇംപ്രിൻ്റ് വീണാൽ, അകത്തൊരു മുദ്ര വീണ യേശുവിൻ്റെ, നമ്മൾ പ്രാണത്യാഗം ചെയ്തവർ, ഇമോഷൻലെസ് സോൾജർ എന്ന് ഞാൻ പറയും. വൈകാരികമായി ഒരു തരത്തിലും അകത്ത് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. ഞാൻ 2005 ആദ്യത്തെ പ്രാവശ്യം തൈവാനിൽ പോയി. അപ്പം എൻ്റെ അമ്മ വന്ന്, എൻ്റെ അമ്മയും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ ബന്ധം. കാര്യം 13 വയസ്സ് മുതൽ ഈ കുടുംബത്തെ ഞാൻ നോക്കിയത് കൊണ്ട് അമ്മയ്ക്ക് എന്നോട് ബഹുമാനം. ഞങ്ങൾ 3 പേരാണ്. അതിൽ കാരണവൻ ഞാൻ ഏറ്റവും ഇളയത്. എന്നെക്കാളും മൂത്തത് ബ്രദർ 9 വയസ്സും അതിനേക്കാളും മൂത്ത പെങ്ങൾ ഡാലസിലുള്ള 11 വയസ്സും. അവരാണെങ്കിൽ അമേരിക്കയിലേക്ക് ഗ്രീൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഗ്രീൻ കാർഡിൻ്റെ പേപ്പേഴ്സ് എല്ലാം വന്നു. ഞാൻ കയറി ദൂരോട്ടുള്ളൂ. ഞാൻ ഭാരതീയനാണ്, ഭാരതീയനായി അവസാനം വരെ നിൽക്കും, ഇവിടുന്ന് എങ്ങും പോകാൻ പോകുന്നില്ല. അപ്പം അമ്മയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. എൻ്റെ ഭാര്യയോട് പോലും ഞാൻ സംസാരിക്കുന്നേക്കാളും ഫ്രീ ആയിട്ട് അമ്മയോട് സംസാരിക്കും. അപ്പം ഞാൻ തൈവാനിൽ പോവാൻ ഒരുങ്ങുമ്പോൾ എന്നെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉണർവുണ്ടാക്കണം. 2 അവിടുന്ന് ക്രോക്കറി കിട്ടും, ചൈന, അത് വാങ്ങിച്ചുകൊണ്ട് വരണം, നല്ല ഡിസൈനൊക്കെ ആയിരുന്നു. അമ്മയുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഏറ്റവും ബെസ്റ്റ് നോക്കിക്കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരാം. ഞാനിവിടുന്ന് പോയി തൈവാൻ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പം അവിടെ റിസപ്ഷനിൽ ആൾക്കാരൊക്കെ വന്നു. ആ സമയത്ത് വന്ന സമയത്ത് അവർ വന്ന് പറഞ്ഞു, വി ഹാവ് എ ഗുഡ് ന്യൂസ് ആൻഡ് എ ബാഡ് ന്യൂസ്. ഞാൻ പറഞ്ഞു, യു ക്യാൻ ടെൽ ബോത്ത്, വാട്ട് ഡു യു വോണ്ട് ടു ഹിയർ ഫസ്റ്റ്? എനിത്തിങ്. ഗുഡ് ന്യൂസ്, 2 ക്രൂസൈഡ്, ഒന്ന് ടൈപ്പേയിലും ഒന്ന് സിൻചൂലും. ആൾക്കാർ വലിയ പ്രതീക്ഷയാണ്. നിങ്ങളുടെ ശുശ്രൂഷ ജെറൂസലേമിൽ നിന്ന് കണ്ട് ആൾക്കാർ ഇങ്ങനെ ഉത്സാഹത്തിൽ നിൽക്കുകയാണ്, ആ ദൈവദാസൻ ഇവിടെ വരിക. ശരി, ബാഡ് ന്യൂസ്, നിങ്ങളുടെ അമ്മ മരിച്ചുപോയി. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയല്ല, തോമസുട്ടി ബ്രദറിൻ്റെ അമ്മയായിരിക്കും. കാര്യം ഞാൻ പോകുമ്പോൾ പുള്ളിക്കാരത്തി മേലാതെ ഇല്ലാതിരിക്കുക. No, as you were flying she had a cardiac arrest and she passed. ഞാൻ പറഞ്ഞു, അല്ലെന്ന്.
ഉടനെ അവർ തോമസ് കുട്ടി ബ്രദറിനെ ഫോൺ ചെയ്തു. തോമസ് കുട്ടി ബ്രദർ പറഞ്ഞു തങ്കുറർ പോയ ശേഷം ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ടായി, കൊണ്ടുപോകുന്ന വഴിക്ക് മരിച്ചുപോയി. അപ്പം മരണം സ്ഥിരീകരിച്ചു. ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം അവർ പറഞ്ഞു, യു ഹാവ് എ ചോയ്സ്, യു ക്യാൻ ഗോ ബാക്ക്, നിങ്ങൾക്ക് വേണേൽ തിരിച്ചു പോകാം. ഞാൻ പറഞ്ഞു, തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, എന്നെ അയച്ചവനാണ്. 2 മിനിറ്റ് എനിക്ക് സമയം തന്നാൽ മതി. ഞാൻ നടക്കാൻ തുടങ്ങി. നടന്നു വിട്ട്, യേശുവേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന അങ്ങ്. എനിക്ക് ഓഡിയബിളായി കേട്ട്, ഇംഗ്ലീഷിലാണ് ഞാൻ കേട്ട്, യു ആർ മൈ സോൾജർ ആൻഡ് എ സോൾജർ ഹാസ് നോ ഇമോഷൻ ഇൻ ഹിസ് ബാറ്റിൽ. ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ വിത്ത് എ സ്മൈൽ. ഞാൻ തിരിഞ്ഞു, ചിരിച്ചുകൊണ്ട് ഞാൻ വന്നിട്ട്, കം ഓൺ, ലെറ്റ്സ് ഗോ ഫോർ ദ ക്രൂസൈഡ്. പിന്നെ അവർക്കൊരു സംശയം, എനിക്ക് മാനസിക വല്ലതും കുഴപ്പമുണ്ടായോ. ഹോട്ടലിൽ പോയി, ഹോട്ടൽ റൂം അടച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോടിത് ചെയ്യരുത്. എനിക്ക് അമ്മയുടെ അവസാന നിമിഷം കാണാൻ പറ്റിയില്ല. ഉടനെ പരിശുദ്ധാത്മ പറഞ്ഞു, അമ്മയുടെ അവസാന നിമിഷം കാണാൻ നീ സമ്മതിക്കത്തില്ലല്ലോ, മരിക്കാൻ നീ സമ്മതിക്കത്തില്ല, നീ ജീവൻ വെപ്പിക്കും. പക്ഷെ അമ്മയുടെ സമയം കഴിഞ്ഞു. എങ്ങനെയാണോ ഞാൻ നിന്നെ 13 വയസ്സായിട്ട് ഞാൻ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ വളർത്തിയത്, ഇനി ഞാൻ നിന്റെ അമ്മയും കൂടെയാണ്. ചിരിച്ചോണ്ട് ശുശ്രൂഷിക്കട്ടെ. ശുശ്രൂഷ സമയത്ത് ഞാൻ തുള്ളി ചാടി. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ മരിച്ചത്, പക്ഷെ എനിക്ക് അറിയാം എൻ്റെ അമ്മ എവിടെ ഉണ്ടെന്ന്. അങ്ങനെയാണ് തൈവാൻ്റെ ഉണർവിൻ്റെ ആരംഭം. അതായത് അവിടെ ഈ അബോറിജിനൽസും സിറ്റി പാസ്റ്റേഴ്സ് തമ്മിൽ വഴക്കാം, ഇങ്ങോട്ടോ കൊണ്ട് കാണത്തില്ല, അടിയ. ഈ ഒരു അനുഭവം കേട്ടതോടെ ഇവരങ്ങ് ഒന്നായി. നിത്യതയുടെ ഉറപ്പോട് ഹോട്ടൽ റൂമിൽ ചെല്ലുമ്പം ഞാൻ കരയാത്ത ദിവസങ്ങളും രാത്രിയും ഇല്ല. ഇത് ഓർത്തു. ഞാൻ തൈവാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ ഇഷ്ടമില്ല. ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് തട്ടുകട നിർത്തും, വീട്ടിൽ വരാൻ തോന്നുന്നില്ല, കാര്യം അമ്മയില്ല. പക്ഷെ അന്ന് യേശു പറഞ്ഞൊരു വാക്കാണ്, ഒരു യുദ്ധത്തിന് ഒരു പടയാളിക്ക് യാതൊരു വികാരവുമില്ല. ശത്രു പിശാച, മനുഷ്യനല്ല. ആ ഒരു വാക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷകരോട് ഞാൻ പറയും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരുടെ കൂടുന്ന സമയത്ത് ഞാൻ രാജേഷ് ബ്രദറിനോട് പറഞ്ഞു, ഒരു യഥാർത്ഥമായ ശുശ്രൂഷ വാസ്തവത്തിൽ വിവാഹം പോലും കഴിക്കരുത്, എന്നാലേ യുദ്ധം കുറച്ചുകൂടെ ശക്തമാക്കാൻ പറ്റും. ഇവിടെ കുറേ ഇമോഷൻസ് പിടിക്കാൻ നോക്കും. പക്ഷെ എൻ്റെ ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം അവരുടെ വര എന്താണ്. ഇവിടെ സഭയുടെ കാര്യം സംസാരിക്കത്തില്ല. ഈ വീട്ടിൽ ഒരു ദൈവദാസനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല. ഇവിടെ സ്വാഭാവികമായ വീട്ടിലുള്ള സംസാരം പറയാം, കുറ്റം പറയാനെന്നാണ്. സോ അതാണ് ഇമോഷൻലെസ്. അപ്പോൾ എന്നെ സാംകുട്ടി ബ്രദർ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും എന്നെ അങ്ങനെ ആക്കി കളഞ്ഞു. 13 വയസ്സിൽ ഹൃദയം. എൻ്റെ കൈ യുദ്ധത്തിനും വിരൽ പോരിനും ഒരുക്കിയെന്ന് വചനം പറയുന്ന പോലെ അങ്ങനെ ഒരുക്കിയതാ യേശു. എല്ലാം മഹത്വം യേശുവിന് മാത്രം. ഇതിനകത്തൊരു ട്രിക്കില്ല, ഇതിനകത്തൊരു പഠന വിഷയമല്ല. പിതാവ് നമ്മളിലിരുന്ന് തൻ്റെ പ്രവൃത്തി ചെയ്യും. ഒരു ക്രെഡിറ്റും നമുക്കില്ല. 30 വർഷമായി, 30 വർഷം, 60 വയസ്സ്, 100 മേനി. അതാണ് അതാണ് അതായത് കർത്താവ് പറഞ്ഞു 30, 60, 100. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ടൈറ്റിൽ ഇട്ടിരിക്കുന്ന 30, 60, 100. അപ്പം 60 വർഷത്തിൽ ആദ്യത്തെ 30 വർഷം ദൈവം ഇല്ലാതെ നടന്നു. പിന്നീടുള്ള 30 വർഷം യേശുവിനോട് കൂടെ ജീവിച്ചു. അടുത്ത ഒരു കുതിപ്പിന് വേണ്ടി തയ്യാറാകും. ഒരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാറ്റിസ്ഫൈഡ് ആണോ ഈ കഴിഞ്ഞ 30 വർഷത്തെ കാര്യത്തിൽ? 30 വർഷത്തെ കാര്യത്തിൽ മോർ ദാൻ സാറ്റിസ്ഫൈഡ്. അർഹിക്കാത്ത നന്മകളും അർഹിക്കാത്ത അംഗീകാരങ്ങളും അർഹിക്കാത്ത നന്ദി എന്ന് പറഞ്ഞാൽ, നന്ദി എന്ന് ഒരു വാക്കേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. വെറുവെറുപ്പില്ല, പരാതിയില്ല, ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ
ഞാൻ എന്നെക്കാളും പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാരുണ്ട്, എന്നെക്കാളും പ്രാർത്ഥിക്കുന്ന കൃപവരമുള്ള ദേവദാസന്മാരുണ്ട്, എന്നെക്കാളും വളരെ ശ്രേഷ്ഠമായ സാമ്പത്തികമായി എന്നെക്കാളും 100 മടങ്ങ് അല്ല 10,000 മടങ്ങ് ഉള്ളവരുണ്ട്. അവരെക്കാളും ഒക്കെ തൃപ്തി എനിക്കാണ്. എന്ന് പറഞ്ഞാൽ കൃപയെന്ന് പറയുന്ന വാക്ക് ഞാൻ രുചിച്ച ആളാണ്. കൃപയാണ് എന്നുവെച്ചാൽ നിർത്തിയത, അല്ലെങ്കിൽ എന്നെ പോലെ ഒരാളെ തൂത്തുവാരി കളയാൻ സെക്കൻഡ് പോലെ പറ്റത്തില്ല. യേശുവാ കൂടെ നിൽക്കും. ഓക്കെ, ഞാൻ ഈ അഭിമുഖത്തിൻ്റെ 1-ാം ഭാഗത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഒരാത്മീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ 30 വർഷങ്ങളെന്ന് പറയുന്നത് ചെറിയൊരു കാലഘട്ടമല്ല. ആ 30 വർഷം കൺസിസ്റ്റൻ്റായി ഏതാശയത്തിനു വേണ്ടി നിലനിന്നോ അതേ ആശയത്തിലും ദർശനത്തിലും നിൽക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. നിരവധി വെല്ലുവിളികൾ, എതിർപ്പുകൾ, വിവാദങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ഹെവൻലി ഫീസ്റ്റ് ടീം 30 വർഷം പൂർത്തിയാക്കിയെങ്കിൽ ഇതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നെ ഈ അഭിമുഖത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നവരുണ്ടായേക്കാം, തങ്കു ബ്രദറിനെ വിമർശിക്കുന്നവരുണ്ടായേക്കാം. പക്ഷെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ 30 വർഷം കൊണ്ട് 10,000-കണക്കിന് ആത്മാക്കളെ ക്രിസ്തു സഹിതരാക്കിയ അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ്റെ കൂടെയാണ് കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് ഞാൻ ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ കഴിഞ്ഞ 30 വർഷങ്ങളെ വളരെ അടുത്ത് നിന്ന് കണ്ട ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിലും സ്നേഹിതൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തോടൊപ്പം പല സന്ദർഭങ്ങളിലും നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ജെനുവിനിറ്റി എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കുവാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് രണ്ടും കൂടെ ഒന്നു ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് തങ്കു ബ്രദറിനെ നോക്കി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ തലത്തിലേക്ക് കുതിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ധാരാളം ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്, തങ്കു ബ്രദറിന് പറയാനും ഉണ്ടെന്ന് എനിക്കറിയാം. മറ്റൊരു അവസരത്തിൽ നമ്മൾ തീർച്ചയായിട്ടും. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you. ഓക്കെ.